വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു. അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷഡംഗ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷഡംഗ ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിൻ്റെതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വെയിലത്തു നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു. ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക. ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിൻ്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനലിൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കുടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിൻ്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. AC-യിൽ ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിൻ്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും ഒരു ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും
വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി, അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനലിൽ കൂടുതലാണ്. ഈ 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. AC-യിൽ ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2 വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിൻ്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഏഡിസ് ഈജിപ്റ്റി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. പ്രകാശധാര